ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? റാഹത്താണോ? കമന്റ് കേട്ടോ. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഷാജിയ നമ്മളെപ്പോഴും റിയാക്ഷൻ വീഡിയോസ് ചെയ്യലുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും റിയാക്ഷൻ വീഡിയോസ് ചെയ്യല് അതിലൊരുപാട് പെണ്ണുങ്ങളായാലും ബോയ്സ് ആയാലും വന്നിട്ട് കമന്റ് ചെയ്യും. നിങ്ങൾ ഷാജിദാനെ പറ്റി എന്താ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറയുന്നത്. അതായത് ഷാജിദയുടെ ഫാൻസ് വന്നിട്ട് ഭയങ്കര 5 മക്കളെ വളർത്തുന്ന പാട് അവർക്ക് അറിയൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കമന്റ് ചെയ്യും. അപ്പൊ അതൊക്കെ എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. 5 മക്കള് ഉണ്ട് എന്ന് വെച്ചിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാമെന്നില്ല. ആ കമന്റ് ഇടുന്നവർക്ക് അത് ചിന്തിക്കാനുള്ള ബോധം ഇല്ലേ എന്തോ. അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു. നമ്മള് ഈ ഷാജിദാനെ ഇതായിട്ട് സംസാരിക്കുന്ന ഒരു മോളും ഇത്തായി ഉണ്ടല്ലോ. ഷാജിദാനെ മാത്രമല്ല, അവരെല്ലാ കണ്ടന്റും എടുത്തിട്ട് ചെയ്യും. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. അപ്പൊ ഷാജിദാനെ പറ്റിയിട്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ഫാൻസുകാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അത്. അമ്മയും മോളും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. സത്യം, അവരിപ്പോ അങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാൻ കാരണം മിക്കവാറും ഷാജിദാനെ വിളിച്ചിട്ട് വല്ല തെറിയോ എന്തെങ്കിലുമൊക്കെ വിളിച്ചാണ്. അതായിരിക്കും അങ്ങനെ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തേ. പിന്നെ ഫാൻസുകാർ വന്നിട്ട് കമന്റ് ഇടുമല്ലോ ഇതേപോലെയൊക്കെ. ഞാൻ വീഡിയോസ് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ട് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട്. നീ ആടി അഹങ്കാരി, നീ പോടി, അവളെ പറയരുത്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. 5 മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് തെറ്റെല്ലാം ഉണ്ടാവൂലല്ലോ. ആവൂല, ഒരിക്കലും ഇല്ല. തെറ്റല്ലാണ്ട് ഒരിക്കലും ആവുന്നില്ല. അത് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അത് വന്നിട്ട് പറയുന്നവര് മോശക്കാരാവുന്നു, തെറ്റുകാരാകുന്നു എന്ന് കാണുന്നവര് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധം വേണം. ഓക്കെയാ, എന്നാ ആരും ഒന്നും പറയത്തില്ല. അപ്പോ നിങ്ങൾ കണ്ടു കേട്ടോ. ഓക്കെ, ബൈ. സഹിച്ച് മാക്സിമം അങ്ങേ അറ്റം വരെ അയച്ച് ഇനി ഞങ്ങളെ കൊണ്ട് പറ്റൂല. കാര്യം ഞങ്ങൾ ഇത്രയും നാള് കമന്റിൽ കൂടെയൊക്കെ മാക്സിമം ചീത്ത വിളിക്കേണ്ട മാക്സിമം ഞങ്ങൾ ചീത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരിട്ട് പറയാൻ പോവാണ് കാര്യങ്ങൾ. ഇത് നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്. പറയടി. ഇനി ഒരക്ഷരം ഷാജിയ ആരും ഒന്നും പറയരുത്. കുറേ കമന്റോളികൾ വന്നിരുന്നും കൊണ്ട് അവളങ്ങോട്ട് തെറിവിളി ഇടിച്ചിന് പഞ്ചറാക്കി വിട്ടളയും എല്ലെണ്ണത്തിനെയും. ഇതൊന്നും അല്ല, നമുക്ക് കുറെ പറയാനുണ്ട്. എണ്ണി നമ്മൾ പറയാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം ശരിക്കും? ഷാജി ചെയ്യണേൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുരു പൊട്ടായിരിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്ത് ഒരു ഉമ്മായി അടിച്ചിറക്കിയലാണോ? അത് ഒരു തെറ്റുമല്ല. അതൊക്കെ ഒരു തെറ്റാണോ? ഒരു തെറ്റുമല്ല. അതൊരു 5 മക്കളെ ഉമ്മ അല്ലേ? ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് പോണത്. അപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ വന്നിരുന്ന് ആ കുട്ടിയെ കമന്റ് ഇട്ടങ്ങ് പൊരിക്കാണ്. എന്ത് ജന്മങ്ങളാണ് നിങ്ങളൊക്കെ പറയുമല്ലേ ഈ 2 വർഷം ഉമ്മായി നോക്കി കണക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിടണമെന്ന്. അത് പറയണേൽ എന്തിനാണ് തെറ്റ്? നമ്മള് ഭക്ഷണം കഴിക്കാന് ചെലവുണ്ട്, അവർക്ക് കഞ്ഞിയും പയറും കൊടുത്തതിന് ചെലവുണ്ട്. പയറിനൊക്കെ ഇപ്പൊ എന്തൊരു വിലയാണെന്ന് അറിയുമോ? കട്ടൻ ചായ ഇട്ട് കൊടുക്കുന്ന തേയിലയ്ക്ക് വില, പഞ്ചസാര വില, ഇതെല്ലാം വിലയാണ്. പോരെങ്കിൽ വെള്ളം പോലും ഇല്ല. എന്നിട്ടാണ് ആ കുട്ടി ഉമ്മായ അന്വേഷിച്ചത്. ബുദ്ധിയും വിവരവും കുറെ എണ്ണ അതിനായിട്ട് അങ്ങ് കേറും ഷാജിയെ കുറ്റം പറയാൻ. ഒരു ഉമ്മായും മോള് ഇറങ്ങിയിട്ടുണ്ട്. ഷാജി വസ്ത്രം ധരിക്കണത് അവളെ ഇഷ്ടമാണ്. അതിനൊന്നും നമുക്ക് ഒരു തെറ്റുമില്ല. അത് അവളെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ ഉമ്മായും മോള് ഒരു കോണാൻ പോലും തലയിട്ടിട്ടില്ല. ഷാജി എങ്ങനെ നടന്നാലും ഒരു പ്രശ്നവുമില്ല. ഡ്രസ് എങ്ങനെ ധരിക്കട്ടെ, അതിനായിട്ട് ഷാജിയെ കുറയണം. വ്യൂവിന് വേണ്ടി പച്ചിറച്ചി തിന്നാൻ നടക്കും. വ്യൂവിന് വേണ്ടി പച്ച ഇറച്ചി തിന്നാന്നുണ്ട്. നിനക്കൊന്നും വേറെ പണിയില്ലേ? അവളെയൊന്നും ചാനലിലൊന്നും റീച്ചില്ല. എന്ന് റീച്ചിന് വേണ്ടി കിടന്ന് പിടിയും വലിയും ഇത് തന്നെ ജോലി. അവളെ വീഡിയോ ഇടുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഡോളർ ഇങ്ങനെ കയറുമായിരിക്കും. കയറും കേട്ടോ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്ന വേട്ട വെളിയന്മാരെ നമ്മൾ
എതിർക്ക് തന്നെ ചെയ്യും. പണ്ടൊക്കെ സപ്പോർട്ട് അല്ലായിരുന്നു, ഇപ്പൊ ഇടിച്ചിടിച്ച് സപ്പോർട്ടിനായിട്ട് കേറി. എല്ലാരും അസംബിൾ ചെയ്യാ, നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാ. ആ കുട്ടിയെ ഇനി ഇങ്ങനെ അറ്റാക്ക് ആരും ഒന്നും പറയാൻ സമ്മതിക്കില്ല. ബിഗ് ബോസിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നീയൊക്കെ നോക്കിക്കോ, ഷാജിദ ഷാജി വരണ രംഗം കാണുമ്പോ എയർപോർട്ടിലൊക്കെ നമ്മള് വലിയ മാലയൊക്കെ കൊണ്ട് പോകണം. നമ്മളായിരിക്കണം ഈച്ച പൊതിയും കണക്ക് ഇങ്ങനെ എനിക്ക് വയ്യ. ഈച്ച ഇങ്ങനെ മൊരുതി ഇങ്ങനെ കയ്യിലെവിടം തൊട്ട് നമ്മളിങ്ങനെ എടുത്ത് പൊക്കി. എനിക്ക് പിന്നെ തേനീച്ച കൂട് പോലെ ആയിരിക്കും പൊതിയണത്. എനിക്കും വയ്യ. എനിക്ക് ആലോചിക്കുമ്പോ ആ ഒരു രോമാഞ്ചം വരുന്നു എനിക്ക് സത്യം. നമ്മൾ ഫ്രണ്ടിൽ നിൽക്കണം, വലിയ മാല വാങ്ങിക്കണം, ഏറ്റവും വലിയ മാല. തുമ്പി കുത്തോ എന്തോ ഫ്രണ്ടിൽ നിൽക്കുമ്പോ. ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഷാജിദ ഒരു ലൈവ് ഇട്ട്, അതില് ആ കുട്ടിക്ക് സങ്കടം വന്നാണ് കരയണത്. ഓരോന്നങ്ങ് ചിന്തിച്ചാണ് ആ കുട്ടി കരയണത്. അവള് വാപ്പായെ കുറിച്ച് ആലോചിച്ച്, ഒരു വാപ്പായെ കുറിച്ച് ആലോചിച്ച് ആ കുട്ടിക്ക് കരയാനുള്ള അവകാശമില്ലേ? ഉണ്ട്. ആ കുട്ടിയെ വാപ്പ നോക്കിയിട്ടില്ലെങ്കിലും ഇത്ര നാളെ തള്ളി പറഞ്ഞെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു സ്നേഹമൊക്കെ തോന്നാം. ഉമ്മായ തള്ളി പറഞ്ഞെങ്കിലും, ഉമ്മായ അടിച്ചിറക്കിയെങ്കിലും, വാപ്പായെ തള്ളി പറഞ്ഞെങ്കിലും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിലും, അനിയത്തിമാരുടെ സ്നേഹം ഇല്ലെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കൊള്ളാമോ? ഒരു ഉമ്മായും വാപ്പായും മക്കളും തമ്മിലുള്ള ബന്ധമല്ലേ അത്? ചിലപ്പോ ഇന്ന് ചീത്ത വിളിക്കും, നാളെ ഒന്നിക്കും. നാളെ ഒന്നിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പോണത്? എന്റെ ജീവനാണ് ഷാജിദ ഷാജി. അതെ, എന്റെ ഞങ്ങളുടെ ജീവനാണ്. ഞങ്ങൾ കാത്തിരിക്കാണ് ബിഗ് ബോസിൽ കയറാനായിട്ട്. ഷാജിദ ഷാജി ആരും ഷാജിദ ഷാജി മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞ് കമന്റ് ഇടാൻ വരണ്ട. ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഞങ്ങളെങ്കിൽ അത് കണ്ടന്റ് ആക്കും. നോക്കിക്കോ. അതെ, ഷാജിദ ഷാജി അയൽവക്കക്കാരെ എല്ലാരെയും പറയും, നിനക്കൊക്കെ എന്ത് ഒരു ചന്ദനത്തടി മുറിച്ചോണ്ട് പോയെന്നും പറഞ്ഞ് നീയൊക്കെ എന്തെല്ലാം പറഞ്ഞു. ചന്ദനത്തടിയല്ലേ മുറിച്ചോളൂ. ഉടനെ അങ്ങ് വിളിച്ചു പറഞ്ഞു കൊടുത്തു. കൊറേ ബന്ധുക്കൾ ഇറങ്ങിക്കിടക്കണം അല്ലേ? കൊറേ ബന്ധുക്കളും നാട്ടുകാര്. പണ്ടൊക്കെ നമ്മൾ അതും ഇതും പറയുമായിരുന്നെങ്കിലും അമ്മക്കിട്ട് റീച്ചിന് വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മൾ എന്തായാലും ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഷാജിദ ഷാജിയുടെ കണ്ടന്റ് ഇടാൻ തന്നെയാണ്. ഞങ്ങൾ ഇത്രയും നാള് കമന്റ് ഇട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ആ പറഞ്ഞതെല്ലാം നമ്മൾ ഈ വീഡിയോസിലൂടെ നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ പോവാണ്. കാരണം നമ്മൾ ഇതുകൊണ്ട് സഹിക്കാൻ പറ്റില്ല അല്ലേ? സഹിക്കാൻ പറ്റണില്ല. ആ കുട്ടി എന്തേലും ചെയ്താല് ഒന്ന് കക്കൂസി പോയാ അത് കുറ്റം, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയാ അത് കുറ്റം, എന്തെങ്കിലും വാരി കഴിച്ചാ അത് കുറ്റം, എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അത് കുറ്റം. കള്ളം പറയാത്തതായിട്ട് ആരുണ്ട്? ഷാജിദ ഷാജി ലൈവില് വന്നിട്ട് ചിരിയൊക്കെ കള്ളം പറയും. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങളെ ഷാജിദ ഷാജി ഒന്നും പറയാൻ പറ്റൂല. വല്ലതാ പറയുമെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും. ഷാജിദയുടെ ഗുണ്ടകളെ ഞങ്ങൾക്ക് കുറെ പേര് നിങ്ങൾ കമന്റിലൂടെ വേറെ ആരെ വേണോ എന്തോ പറഞ്ഞു, പക്ഷെ ഷാജിദ ഷാജിയെ പറയാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഷാജിദ കൊറേയൊക്കെ മുത്തുവിനെ സിനാനെ ഒതുക്കി ഗുണ്ടകളെയൊക്കെ ഇറക്കി. അതുപോലെ ഗുണ്ടകളെ ഇറക്കും. ഷാജിദ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാ 2 ആഴ്ച കഴിഞ്ഞിട്ടാ എന്നാ വരട്ടെ. അതിന് നിങ്ങൾക്കൊക്കെ എന്തേരിന്റെ കുഴപ്പമാണ്? വേറെ പണിയില്ല. വീട്ടില് വല്ലതാ വേവിച്ചാലും വേവിച്ചില്ലെങ്കിലും ഒന്നും പറയരുത്. വല്ലപ്പോഴെങ്കിലൊക്കെ ബ്രോസ്റ്റഡ് ഷവായ അൽഫോ ഒക്കെ കൊച്ചുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? അത് പോരെ. ഷാജിദ അതുകൊണ്ട് കാണിച്ചു തരും. ഇനി അത്തായെ കൊണ്ടുവന്ന് നിർത്തും, വീട്ടിൽ നിർത്തി നോക്കി ചികിത്സിച്ച് എല്ലാം ചെയ്യും. നിങ്ങൾ ഇനി ഷാജിദയെ എന്തേരി പറഞ്ഞ് കണ്ടന്റ് ആക്കാന്ന് വിചാരിച്ചാലും നടക്കൂല. നമ്മളുണ്ട്. ഇപ്പൊ 2 പേരേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മള് 100 ആക്കും, 500 ആക്കും, 1000 ആക്കും, 10000 ആക്കും, അങ്ങനെ 20,000 ആക്കും, 30,000 ആക്കും, 40,000 ആക്കും, 50,000 ആക്കും, 60,000 ആക്കും, 70,000, 80,000, 90,000. കേരളത്തിലുള്ള ജനസംഖ്യ മൊത്തം പറയാതെ അത് വിശ്വസിക്കൂല. കുറച്ച് റിയൽ ആയിട്ട് തോന്നണം നമ്മള്. അത് വിശ്വസിക്കുകയൊക്കെ ചെയ്യും. എന്റെ ഉയിരാണ്. എന്റെ ഇവിടെയാണ് ഇരിക്കുന്നത്. കണ്ടാ പറയൂലല്ലോ. അതാണ്. പക്ഷെ കണ്ടാ പറയൂല. നമ്മൾ പറഞ്ഞവരറിയിക്കും. പിന്നെ വേറൊരു സാധനം കൂടെ, വൈറ്റനിങ് ക്രീം തട്ടിപ്പാണെന്ന് പറയുന്ന ചിലരോട്
ഇതിൽ സൗന്ദര്യം കണ്ടോ നമ്മുടെ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, എന്ത് പളപള തിളങ്ങുന്ന സ്കിന്നാണെന്ന് കണ്ടോ? നമ്മൾ എത്ര നാളായിട്ട് ഈ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അതാണെങ്കിൽ ഒരു ഫിൽറ്റർ പോലും ഇടാതെ ഈ വൈറ്റനിങ് ക്രീം ഒന്നും തേക്കാതെ വന്നിരുന്നാൽ തന്നെ എന്നിട്ട് പറയണ് ഫിൽറ്റർ ഇട്ടിട്ടാണ് വന്ന വൈറ്റനിങ് ക്രീം ഇട്ടിട്ടാണ് വന്നത്. പിന്നെ എന്തൊക്കെ ചെയ്താണ് അത് അങ്ങനെ ഇരിക്കണം. അങ്ങനെയൊക്കെ പറയാൻ കൊള്ളണ്ട. എന്തു എളുപ്പാണല്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ആവാനാണ് വൈറ്റനിങ് ക്രീം കുറെ ദിവസമായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കണം. എന്തായാലും ആ ഒരു ദിവസം. പക്ഷെ എന്നാലിപ്പം കറുത്താണ് ഇരിക്കുന്നത്. അത് ഇട്ടിട്ട് ശരിയാവണില്ല. ഉണ്ടല്ലേ വ്യത്യാസം? നീ ഇട്ടിട്ട് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. എനക്കും ഉണ്ട്, നല്ല വെളുപ്പായി. അപ്പം ഇനിയും റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിച്ചോ. ഷാജിദ മുത്തുവിനെ സിനാനെ മാത്രമേ ഗുണ്ടകൾ ഇറക്കിയിട്ടുള്ളൂ. കൊറേ എണ്ണം ഇങ്ങനെ ഇരിപ്പുണ്ട്. നമ്മളും കെട്ടിക്കാത്തതും എല്ലാ എണ്ണവും കേറി ഇങ്ങനെ ഒരു ഉമ്മായും മോളും. അവക്കൊന്നും വേറെ പണിയില്ല. കെട്ടിക്കാത്ത ഒരുത്തിയും ഉണ്ട്. അടിയിൽ ഇങ്ങനെ തട്ടുകൊടുക്കണം. കോണാൻ വരെ തലയിൽ കാണൂല. ഷാജി കോണായിട്ടില്ലേ? അത് പ്രശ്നമില്ല. അവള് 5 മക്കളെ ഉമ്മ അല്ലേ? കോണായിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇനിയും ഷാജിദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇനിയും വരും. ഇനി വരാൻ പോകുന്നത് ഒരു 10 പേരുമായിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ നമ്മളെ നമ്മൾ മുന്നേറുക തന്നെ ചെയ്യും. ഷാജിദക്ക് വേണ്ടി നമ്മൾ ഉയിര് ജീവൻ കളഞ്ഞു പോരാടും നമ്മൾ. അതെ. അയ്യോ, എനർജിയൊക്കെ പോയാ അയ്യ, ഇത്രയും തള്ളിയാ മതിയാ? ആള് കൂടൂ. ഇന്നലെയും കൂടെ എനിക്ക് അവളെ ചീത്ത കിട്ടിയതേ ഉള്ളൂ. ഈ ഡാഷിന്റെ വിളിച്ചപ്പം നീ കേട്ടില്ലല്ലോ. ഇന്നലെ രാത്രി വിളിച്ച്, ഷാജിദ നിനക്ക് കുറച്ച് സപ്പോർട്ടേഴ്സുമായിട്ട് വരട്ടോ. അപ്പൊ അവള് പറഞ്ഞ കാര്യം നിനക്കറിയാം. ഓടി നിനക്കൊന്നും വേറെ പണി. ചീത്ത വിളിച്ച അങ്ങനെയാ. എന്നെയും വിളിച്ചല്ലേ? ഇന്നലെ വിളിക്കുന്ന എല്ലാരും ഇവള് ഇങ്ങനെയാണ് പറയണത്. പിന്നെ ഇവളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു? പക്ഷെ എന്നാലും സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനെ നമുക്ക് ഇനി ഫേമസ് ആവാൻ പറ്റത്തുള്ളൂ. എങ്കിലേ റീച്ച്. പേര് അവളെ എഗെയിൻസ്റ്റ് ആണ്, അവളെ എതിരെയാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ വന്നാൽ നമുക്ക് കുറച്ച് റീച്ച് കിട്ടും. അതുകൊണ്ട് നമുക്ക് ബുദ്ധി പ്രയോഗിക്കണം. നമ്മൾ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. ഇനിയും നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങൾ ഇങ്ങനെ തള്ളി ഷാജിദാക്കൊരു രോമാഞ്ചം തോന്നും. നമ്മളത് പറയുമ്പോ തന്നെ ഇപ്പഴേ രോമാഞ്ചം. എനിക്ക് നമ്മൾ പറയുമ്പോഴേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് വിടണം. എങ്കിലേ ആളുകള് ഇടിച്ചിടിച്ച്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞത് ഓക്കെയാണ്. അവള് വീഴുമായിരിക്കും അല്ലേ? ഫാൻസ് എല്ലാരും വീഴുമായിരിക്കും. എല്ലാരും വരും. നമുക്ക് നല്ല റീച്ച് കിട്ടും കേട്ടോ. 100K കുറവാണ്. 200 എങ്കിലും ഒക്കെ ആവണം. ഇത്രയൊക്കെ തള്ളിയതല്ലേ. ഗൈസ്, എല്ലാവരും ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വരണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ആ കുട്ടിക്ക് ജസ്റ്റിസ് വേണം. ഒരുമിച്ച് നിന്ന് ആ കുട്ടിയെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ചീത്ത വിളിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മളത് ഒരുമിച്ച് നിൽക്കണം. അത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം ഈ വേട്ടാവളിയന്മാരെ. പണ്ടൊക്കെ കുറ്റം പറഞ്ഞവര് പിന്നെ നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? പണ്ടൊക്കെ കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പൊ സപ്പോർട്ടുണ്ട്. അമ്മായി അടിച്ചിറക്കിയില്ലെന്ന് ഇപ്പൊ ഒരു കുഴപ്പമില്ല, എല്ലാം നല്ലതെന്നാണ് പറയണത്. നമ്മള് ഇതിവിടെ വെച്ച് നിർത്താണ്. നമ്മൾ ഇനിയും വരും. ഇത് കാണത്തുണ്ട്. നമ്മൾ ഇനിയും ഈ അക്ഷരം അത് കുഴപ്പമില്ല, അത് കാണിക്കാതെ പറഞ്ഞറിയിക്കാതെ. ആരും കണ്ടില്ലല്ലോ ഈ എഴുതിയിരിക്കണത്. അക്ഷര മിസ്റ്റേക്ക്. ഇനി ആരെങ്കിലും ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇറങ്ങിയാൽ നമ്മൾ ഗുണ്ടാളെ ഇറക്കും. ഷാജിദായ ആരും ഒന്നും പറയാൻ പറ്റൂല. നമ്മൾ ഇനി അടുത്തത് ഗുണ്ടകളെയാണ് ഇറക്കണത്. നമ്മൾ അടുത്തത് ഗുണ്ടകളെ ഇറക്കിയിട്ട് ചേക്കാൻ